ഇന്ന് നമ്മൾ പ്രവീൺ പൂർവാർദിലെ ആദ്യത്തെ പേപ്പറിലുള്ള സ്കന്ദഗുപ്തിലെ മൂന്നാമത്തെ ചരിത്രചിത്രം പർണദത്തിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. स्कंदगुप्त എഴുതിയിരിക്കുന്നത് श्री जयशंकर प्रसाद जिയാണ്. हिंदी साहित्य में श्री जयशंकर प्रसाद का स्थान काफ़ी आदरपूर्ण है. हिंदी नाटक में तो ये सबसे महत्वपूर्ण माने जाते हैं. ഹിന്ദി സാഹിത്യത്തിൽ ശ്രീ ജയശങ്കർ പ്രസാദിനുള്ള സ്ഥാനം വളരെയധികം ആദരപൂർണ്ണത്തോടുകൂടിയുള്ളതാണ്. ഹിന്ദി നാടകത്തിൽ അദ്ദേഹം വളരെയധികം മഹത്വപൂർണ്ണനായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഐതിഹാസിക് നാടക് ലേഖൻമേം പ്രസാദ് കാഫി ആകെ ഹെ. ചരിത്രപരമായ നാടകം എഴുതുന്നതിൽ അദ്ദേഹം വളരെയധികം മുൻപന്തിയിലുള്ള വ്യക്തിയാണ്. ഉൻകാ സുപ്രസിദ്ധ നാടക് സ്കന്ദഗുപ്ത് പ്രധാൻ പാത്ര ഹെ പർണദത്ത്. അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ നാടകത്തിലെ സ്കന്ദഗുപ്തിലെ പ്രധാന കഥാപാത്രമാണ് പർണദത്ത്. महान वीर स्कंदगुप्त नाटक में सच्चे देशभक्त और महान वीर के रूप में पर्णदत्त का ചിത്രം हुआ है. സ്കന്ദഗുപ്ത നാടകത്തിൽ ശരിയായ ഒരു ദേശഭക്തൻ്റെയും മഹാനായ ഒരു വീരൻ്റെയും രൂപത്തിലാണ് പർണദത്തിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. പർണദത്ത് ഗുപ്തരാജ്യ കാ സേനാപതി ഹെ. പർണദത്ത് ഗുപ്തരാജ്യത്തിൻ്റെ സേനാപതിയാണ്. വ മഹാവീർ ഹെ. വളരെ വലിയൊരു വീരനും കൂടിയാണ്. ദേശ് കി രക്ഷ കോ അപ്നാ ധർമ്മ മാനനെ വാല മഹാൻ വ്യക്തി ഹെ. ദേശത്തിൻ്റെ രക്ഷയെ തൻ്റെ ധർമ്മമാണെന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്കന്ദഗുപ്തയ്ക്ക് അപ്നാ കർത്തവ്യക്കെ പ്രതി ഉദാസീനത ദേഖകർ വ ചിന്തിത് ഹോത്താ ഹെ. സ്കന്ദഗുപ്ത് തൻ്റെ കർത്തവ്യത്തിൽ വളരെയധികം ഉദാസീനത പ്രകടിപ്പിക്കുന്ന സമയത്ത് വളരെയധികം ചിന്താധീനനാകുന്നു. ദേശ് കോ ഭവിഷ്യ കെ ലേക്കർ വ ബഹുത് ഹി ചിന്തിത് രഹത്താ ഹെ. ദേശത്തിൻ്റെ ഭാവിയെക്കുറിച്ചോർത്തും അദ്ദേഹം വളരെയധികം ചിന്താധീനനാകുന്നു. उसकी वीरता का वर्णन स्कंदगुप्त कहता है. आर्य आपकी वीरता की लेखमाला ക്ഷിപ്ര और സിന്ധു की लाल लहरियों से लिखी जाती है. അദ്ദേഹത്തിൻ്റെ ആ വീരതയുടെ വർണ്ണൻ സ്കന്ദഗുപ്തനോട് പറയുമായിരുന്നു. താങ്കളുടെ വീരതയുടെ എന്നും തന്നെ സിന്ധുവിലെയും ആ ക്ഷിപ്ര നദിയിലെയും ചുവന്ന തിരമാലകളിൽ എഴുതപ്പെട്ടിരിക്കും. ശത്രു ബി ഉസ് വീരത കി സരാഹന കർത്തേ ഹുയെ സുനി ജാത്തെ. ശത്രുക്കൾ പോലും ആ വീരതയെ വളരെയധികം നല്ല രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ദേശഭക്ത് പർണദത്ത് മഹാൻ ദേശഭക്ത് ഹെ. പർണദത്ത് വളരെ വലിയൊരു ദേശഭക്തനായിരുന്നു. വഹ് ചാഹത്താ ഹെ കി ഗുപ്ത സാമ്രാജ്യ കി നാസിർ സേന മേ ഗരുഡ് ധ്വജ് ഛായ മേ പവിത്ര ക്ഷത്ര ധർമ്മ കാ പാലൻ കർത്തേ ഹുയെ മരെ. അദ്ദേഹം ചിന്തിച്ചത് ഇപ്രകാരമായിരുന്നു. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ആ സേനയിൽ വളരെ വലിയൊരു ഗരുഡധ്വജയുടെ ആ നിഴലിൽ പവിത്രമായിട്ടുള്ള ക്ഷത്രിയ ധർമ്മത്തെ പാലിച്ചുകൊണ്ട് മരിക്കണം. स्कंदगुप्त के बारे में जब अपना पुत्र चक्रपालिता कुछ विद्रोहपूर्ण बातें करता तब वह कहता है, चक्र यदि वह बात होती तो तुमको ध्यान रखना चाहिए कि हम लोग साम्राज्य के सेवक हैं. असावधान बालक अपनी चंचलता को विश्व वृक्ष का बीज न बना देना. അദ്ദേഹം സ്കന്ദഗുപ്തനെ കുറിച്ച് തൻ്റെ മകൻ ചക്രപാലിത് വിദ്രോഹപൂർണമായ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പറയുമായിരുന്നു. ചക്രപാലിത് ഇത് ഇങ്ങനെയുള്ള കാര്യമാണ്, ശ്രദ്ധ വെക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്തിൻ്റെ സേവകരാണ്. ശ്രദ്ധയില്ലാതെ ഇരിക്കരുത്. ചഞ്ചലതയുടെ വിഷവൃക്ഷത്തിൻ്റെ വിത്ത് ഒരിക്കലും വിതയ്ക്കാനായി പാടുകയില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. കർത്തവ്യപാരായണത തഥാ സ്വാമി ഭക്ത് പർണദത്ത് മേ കൂട്ട് കൂട്ട്കർ ഭരി പടി ഹി. തൻ്റെ കർത്തവ്യ നിർവഹണത്തിലും തൻ്റെ രാജാവിനുള്ള ഭക്തിയിലും പർണദത്ത് എന്നും വളരെയധികം നിറഞ്ഞ മനസ്സോടുകൂടി ചെയ്യുമായിരുന്നു. ഉസ്കി അസീം രാഷ്ട്രഭക്തി തബ് പ്രകട ഹോത്തി തബ് ഉൻകെ മാലൂം ഹോത്താ ഹെ കി സ്കന്ദഗുപ്ത് മാളവദേശ് കി സഹായത കർണെ കെ ലിയെ തയ്യാർ ഹുവാ ഹെ. അസീമമായിട്ടുള്ള ആ രാഷ്ട്രഭക്തി പ്രകടമാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയാൻ കഴിയുമായിരുന്നു സ്കന്ദഗുപ്ത് മാളവദേശത്തിനെ സഹായത്തിന് തയ്യാറാണെന്ന്. വ ഹൂണോം കെ വിരോധ് ലഡ്നെ വാലാ ഹെ. ഹൂണന്മാർക്കെതിരായി യുദ്ധമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇസ് ഘടന സെ ഉത്സുക് ഹോക്കർ कहता है, आज यह वृक्ष हृदय से प्रसन्न हुआ और गुप्त साम्राज्य की ലക്ഷ്മി പ്രസന്ന ഹോഗി. ഇന്ന് ഈ വൃദ്ധഹൃദയം വളരെയധികം സന്തോഷപ്പെടുകയും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ആ ദേവി അതിൽ പ്രസന്നമാവുകയും ചെയ്തു. നിസ്വാർത്ഥ സേവി, സ്വാർത്ഥതയില്ലാതെ സേവനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു പർണദത്ത്. पर्णदत्त निस्वार्थ सेवी है. कुंभा नदी के तीव्र प्रवाह में स्कंदगुप्त तथा उसकी साथी पानी में अस्तव्यस्त हो जाते हैं. കുംഭ നദിയിലെ ആ വളരെ വലിയ ഒഴുക്കിൽ സ്കന്ദഗുപ്തനും കൂട്ടുകാരും ആ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാതെ വിഷമിച്ചിരുന്നു. ദേശ് പർ സങ്കടപ്പെട്ട. ദേശം മുഴുവൻ വിഷമിച്ചു. തബ് പർണദത്ത് സാമ്രാജ്യ കെ ബിക്കരെ ഹുയെ ലോഗോം കോ സൈനികോം കോ ഏകത്രിത് കർത്താ ഹെ.
പർണദത്ത സാമ്രാജ്യത്തിൽ പരന്നു കിടക്കുന്ന എല്ലാവരെയും കൂടാതെ സൈനികന്മാരെയും ഒത്തൊരുമയോടുകൂടി കൊണ്ടുവന്നു. ഉൻകാ ഖാന വഗേരക പ്രബന്ധകർത്ത, അവരുടെ ഭക്ഷണമെല്ലാം അവർക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തു. വൈഭവ് ഔർ ഐശ്വര്യപൂർണ്ണ ജീവൻ ജീനെ വാലെ പർണദത്ത് സൈനികവും കി രക്ഷാക്കെ ലിയെ ഭീഖ് മാങ്ത, വൈഭവത്തിലും ഐശ്വര്യപൂർണ്ണമായ ജീവിതം കഴിച്ചുകൂട്ടിയിരുന്ന പർണദത്ത് സൈനികന്മാരെ രക്ഷയ്ക്ക് വേണ്ടി ഭിക്ഷ യാചിച്ചു. അപ്നി സ്ഥിതി കെ ബാരെ മേ കഹത്ത സൂക്കി റോട്ടിയാൻ ബജാക്കർ രഖ്നി പഡ്തി ഹി, തൻ്റെ സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം പറയുമായിരുന്നു, ആ വളരെയധികം മോശമായ ഭക്ഷണമാണെങ്കിലും അത് എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുമായിരുന്നു. जिन्हें कुत्तों को देते हुए भी संकोच होता उन्हें कुछ अन्नों का संचय अक्षय निधि के समान उन पर पहरा देता हूँ, വളരെ വലിയൊരു നിധിയെപ്പോലെ ഈ ഭക്ഷണത്തെയെല്ലാം ഞാൻ എന്ത് ചെയ്യും, കാവൽ നിൽക്കുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ന്യായ് കാ പക്ഷപാതി, പർണദത്ത് ആരംഭ സെ അന്ത് തക് ന്യായ് കാ പക്ഷപാതി രഹതാ ഹെ, പർണദത്ത് ആദ്യം മുതൽ അവസാനം വരേക്കും ന്യായത്തിൻ്റെ പക്ഷത്തായിരുന്നു. സൈനികവും കെ ലിയെ ഭീഖ് മാങ്തെ ഹുയെ ദേവസേന ഗാന ഗാത്തി ഹാത്ത് ഫൈലാത്തി ഹെ, സൈനികന്മാർക്ക് വേണ്ടി ഭിക്ഷയച്ചുകൊണ്ട് ദേവസേന പാട്ടുപാടിക്കൊണ്ട് എല്ലാവരുടെ നേരെയും കൈനീട്ടി. उसके रूप लावण्यता का देखकर अशिष्ट व्यवहार करने वाले युवकों पर वह बरस पड़ता है, അവളുടെ ആ ഭംഗി കണ്ടുകൊണ്ട് അവളോട് മോശമായി പെരുമാറിയ യുവാക്കന്മാരുടെ നേരെയെല്ലാം വളരെയധികം ദേഷ്യപ്പെട്ടു. വ കഹത്താ ഹെ നീജ് ദുരാത്മ വിലാസ് കീടാധി, നീചമായിട്ടുള്ള ദുരാത്മാവാണ് നിങ്ങൾ, വിലാസത്തിനുള്ള സുഖലോലുപതയ്ക്കുള്ള കളികളാണോ. ഭാലോം കോ സംവാർക്കർ അച്ഛേ കപ്പടെ പഹൻകർ അബ്ബി घमंड से तना हुआ निकालता है, जिस देश के नवयुवक ऐसे हो उस अवश्य दूसरों के अधिकार में जाना चाहिए, ഏതൊരു ദേശത്തിലെ യുവാക്കന്മാർ ഇപ്രകാരമുണ്ടോ തീർച്ചയായും മറ്റുള്ളവരുടെ അധികാരത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. ദേശ് പർ യ വിപത്തി ഫിർ ബി യ നിരാലി ദജ്, ദേശത്തിന് വന്നിരിക്കുന്ന ഈ വിപത്തി പിന്നീട് നല്ലൊരു കാര്യത്തിന് വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. വീർഗതി സ്കന്ദഗുപ്ത് കോ ജീവിത പാത്തെ ഹി പർണദത്ത് കാ ഉത്സാഹ ബഡ്നെ ലഗ്ത, സ്കന്ദഗുപ്ത് തിരിച്ച് ജീവനോടെ വന്നതിൽ പർണദത്ത് വളരെയധികം ഉത്സാഹം കൊണ്ടു. സ്കന്ദഗുപ്ത് ജബ് സൈനികോം കോ മിൽക്കർ ഹൂണോം കെ വിരുദ്ധ ലഡ്തേ ഹെ തബ് പർണദത്ത് പൂർണ്ണ ബൽ കെ സാത്ത് ലഡ്താ ഹെ, സ്കന്ദഗുപ്തൻ എപ്പോഴാണോ സൈനികന്മാരെ കണ്ടുമുട്ടിക്കൊണ്ട് ഹൂണന്മാർക്ക് എതിരായി വഴക്കുണ്ടാക്കിയത് ആ സമയത്ത് പർണദത്ത് മുഴുവൻ ബലത്തോടുകൂടി യുദ്ധം ചെയ്യുമായിരുന്നു. അന്തിം യുദ്ധമേ സ്കന്ദഗുപ്ത് കി രക്ഷാക്കെ ലിയെ ഉസേ ബജാത്തെ ഹുയെ അപ്നെ ജാൻ ദേത്ത, അവസാന യുദ്ധത്തിൽ സ്കന്ദഗുപ്തനെ രക്ഷിച്ചുകൊണ്ട് തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായി. ഈ പ്രകാർ ഉസ്കെ ജീവൻ കെ ലക്ഷ്യ കി പൂർത്തി ഹോത്ത, ഇപ്രകാരം തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പ്രാപ്തിയിലെത്തുകയും ചെയ്തു. अपने देश के लिए लड़ते हुए अपने ध्वज के नीचे वह വീർഗതി പ്രാപ്ത കർത്ത, തൻ്റെ ദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് ആ തൻ്റെ ദേശത്തിലെ കൊടിയുടെ താഴെ തന്നെ വീരഗതി പ്രാപ്തമാക്കുകയും ചെയ്തു. ഏക് സച്ച ദേശഭക്ത് കർത്തവ്യപരായൺ സേനാപതി പരോപകാരി ത്യാഗി ന്യായ് കാ പക്ഷപാതി ദേശ് के लिए बलिदान होने वाला उत्तम वीर के रूप में പർണദത്ത് का ചിത്രം इस नाटक में किया गया है. അദ്ദേഹത്തിൻ്റെ ചരിത്ര ചിത്രണം ഇപ്രകാരമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ശരിയായൊരു ദേശഭക്തനും കർത്തവ്യത്തിൽ മുഴുകിയിരിക്കുന്ന സൈന്യാധിപനായും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നവനും ത്യാഗിയായും ന്യായത്തിന് വേണ്ടി പോരാടുന്ന ആളും ദേശത്തിന് ബലിദാൻ ചെയ്യുന്ന ഒരു വീരൻ്റെ രൂപത്തിൽ. ഉസ്കാ ചരിത്ര മഹാൻ ഹി, പർണദത്തിൻ്റെ ചരിത്രം വളരെയധികം മഹത്തായതാണ്. നാലാമത്തേത് വിജയ. ഹിന്ദി സാഹിത്യമേ ശ്രീ ജയശങ്കർ പ്രസാദ് കാ സ്ഥാൻ ആദർപൂർണ്ണ ഹെ, ഹിന്ദി സാഹിത്യത്തിൽ ജയശങ്കർ പ്രസാദിൻ്റെ സ്ഥാനം വളരെയധികം മഹത്വപൂർണ്ണമാണ്. ഈ സ്കന്ദഗുപ്ത് എന്നുള്ള നാടകം വളരെയധികം ഐതിഹാസികപരമായിട്ടുള്ള നാടകത്തിൽ വളരെയധികം അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ഈ നാടകത്തിലെ സുപ്രസിദ്ധ ഒരു സ്ത്രീ കഥാപാത്രമാണ് വിജയ. രൂപവതി, കാണാൻ ഭംഗിയുള്ളവളായിരുന്നു വിജയ. സ്കന്ദഗുപ്ത് നാടക് में एक सुंदर रूपवती के रूप में विजया का चित्रण हुआ, उसका रूप मनमोहक होता, അവളുടെ ആ ഭംഗി എല്ലാവരെയും മനസ്സിനെയും മോഹിപ്പിക്കുമായിരുന്നു. വ അപ്നെ രൂപ് സെ സബ്കോ മോഹിത് കർ ദേത്ത, തൻ്റെ ആ ഭംഗി കൊണ്ട് തന്നെ എല്ലാവരിലും ആകർഷണമാകുമായിരുന്നു. ഉസ്കാ രൂപ് ദേക്കർ സ്കന്ദഗുപ്ത് പഹലി നസർ മേം ഹി ഉസ്കെ പ്യാർ കർനെ ലഗ്ത, അവളുടെ ആ രൂപം കണ്ടു തന്നെ സ്കന്ദഗുപ്ത് ഒറ്റ ദൃഷ്ടിയിൽ തന്നെ അവളെ സ്നേഹിക്കാൻ തുടങ്ങി. ഏക് ലാവണ്യവതി യുവതി ഹോനെ കെ സാത്ത് സാത്ത് മാളവ് ദേശ് കെ ധൻ കുബേർ കി കന്യാ ഭി ഹെ, അവൾ ഭംഗിയുള്ള ഒരു യുവതി ആയതോടൊപ്പം തന്നെ മാളവ് ദേശത്തിലെ ധൻ കുബേറിൻ്റെ കന്യയും കൂടിയായിരുന്നു. ചഞ്ചൽ ഏവം വൈഭവ് പ്രേമി. ഏക് സുന്ദർ രൂപവതി തഥാ ധൻ കുബേർ കി കന്യാ ഹോനെ പർ ബി വിജയ വൈഭവ് പ്രേമി ഹെ, വളരെയധികം എല്ലാ വൈഭവങ്ങളെയും സ്നേഹിക്കുന്നവളായിരുന്നു. ഉസ്കെ മൻമേ സന്തോഷ് കോ കബി സ്ഥാൻ നഹി, അവളുടെ മനസ്സിൽ സന്തോഷത്തിന് ഒരിക്കലും സ്ഥാനമില്ലായിരുന്നു. स्कंदगुप्त को देखते ही वह स्वस्थ शरीर सुंदर रूप समाज में सब उच्च स्थिति को
देकर उसमें प्यार करने लगती. സ്കന്ദഗുപ്തനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ള ശരീരം, ഭംഗിയുള്ള രൂപം, സമൂഹത്തിലെ ഉയർന്ന സ്ഥിതിയെല്ലാം കണ്ടുകൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങി. യഹ് സച്ചാ പ്രേം ന ഹോക്കർ വൈഭവ് പ്രേം ഹോത്ത. അത് ശരിയായ പ്രേമമായിരുന്നില്ല, ആ വൈഭവത്തിൻ്റെ സുഖലോലുപതയുടേതായിട്ടുള്ളൊരു പ്രേമമായിരുന്നു. ചക്രബാലിത കോ ദേക്കർ ഉസ്കാ മൻ ഉസ്കെ പ്രതി പ്യാർ ഉത്പന്ന ഹോത്തി. ചക്രബാലിതനെ കണ്ട സമയത്ത് അവിടേക്ക് മനസ്സ് ചാഞ്ചാടുകയും ചെയ്തു. വ ഉസേ പാന ചാത്തി ഹെ. ചക്രബാലിദിനെ നേടിയെടുക്കാൻ ആഗ്രഹിച്ചു. ലേക്കിൻ ചക്രബാലിത് തോ പഹുൻ സെ ദൂർ ഥാ ഇസ്ലിയെ ഉസേ ഹാത്ത് ഹോത്തി. ചക്രബാലിദിൽ നിന്നെല്ലാം വളരെയധികം ദൂരെയായിരുന്നു, അതിനാൽ അത് ഒഴിയേണ്ടതായി വന്നു. മഹാബലാധികൃത പദമേ നിയുക്ത് ഹോനെ പർ ബട്ടാർ കെ പ്രതി ആകൃഷ്ട ഹോത്തി ഉസി സേ ഷാദി കർലെത്തി. മഹാബലാധികൃത വളരെയധികം കഴിവുള്ള വ്യക്തി എന്നുള്ള പദത്തിൽ നിയുക്തനായ ബട്ടാർക്കിനെ പറ്റി അവൾക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും അവസാനം ബട്ടാർക്കിനെ വിജയ വിവാഹം ചെയ്യുകയും ചെയ്തു. വിജയ ഈർഷ്യാലു പ്രവൃത്തിക്ക് നാരിഹെ. അസൂയുള്ള ഒരു സ്ത്രീയായിരുന്നു. വഹ് സദാ അപ്നെ ആപ്കോ സബ്സെ ഊഞ്ചാ ദിക്കാന ചാത്തി. എന്നും താൻ ഏറ്റവും ഉയർന്ന രീതിയിലുള്ളതാണെന്ന് കാണിക്കാൻ ആഗ്രഹിച്ചു. സബ്കെ സാമ്നെ അപ്നെ ആപ്കോ ഉച്ച സ്ഥിതിമേ ദേഖ്ന ചാത്തി. എല്ലാവരിൽ നിന്നും താൻ ഉയർന്ന സ്ഥിതിയിലാണെന്ന് കാണിക്കാൻ ആഗ്രഹിച്ചിരുന്നു. നാടകെ പ്രാരംഭേ ബാപ്ന യൗവൻ തഥാ ധൻ ബച്ചാനെ കെലിയെ തടപ്തി ഹെ. നാടകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ യൗവനത്തിൻ്റെയും ധനത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി വിഷമിച്ചിരുന്നു. വാണിജ്യപുത്രി ഹോനെ കെ കാരൻ ഉസേ ധൻ സെ അധിക് പ്യാർ ഹെ. ആ കച്ചവടക്കാരൻ്റെ മകളായതുകൊണ്ട് തന്നെ എപ്പോഴും പണത്തോട് കൂടുതൽ സ്നേഹമായിരുന്നു. യുദ്ധ കെ സമയ വ ദേശ് കാ ഹാൽ ബഹുത് ബുരാ ഹോത്ത തബ് ഭി വ അപ്നെ ധൻ കെ ഥോഡാ സാ ഭാഗ് ഭി ദേനെ കെ ലിയെ തയ്യാർ നഹി ഹോത്ത. യുദ്ധം വന്ന സമയത്ത് ദേശത്തിൻ്റെ അവസ്ഥ വളരെയധികം മോശമായപ്പോൾ പോലും തൻ്റെ ഉള്ള സമ്പത്തിൽ നിന്നും കുറച്ചുപോലും കൊടുക്കാൻ തയ്യാറായില്ല. വ ദേവസേന സെ ഈർഷ്യ കർത്തി ഹെ. ദേവസേനയോട് അസൂയ കാണിച്ചിരുന്നു. ഉസേ ധോക്ക ദേക്കർ ശ്മശാൻ തക് ലേ ജാത്തി. അവളെ ചതിച്ചുകൊണ്ട് ശ്മശാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കാബാലിക് ഉസ്കാ വധ് കർണേ തയ്യാർ രഹത്ത. കാബാലിക് അവളെ വധിക്കാൻ തയ്യാറായി. സ്കന്ദഗുപ്ത ദേവസേനക്കോ ബചാത്താ ഹെ. സ്കന്ദഗുപ്ത ദേവസേനയെ രക്ഷിക്കുന്നു. ചരിത്രഹീൻ. स्कंदगुप्त नाटक में एक सुंदर रूपवती के रूप में विजया का चित्रण होने पर भी आरंभ से अंत तक उसका चरित्र आदर्श नारी का नहीं होकर चरित्रहीन होता है. സ്കന്ദഗുപ്ത നാടകത്തിൽ വളരെയധികം ഭംഗിയുള്ള രൂപത്തിലുള്ള ആ വിജയുടെ ചിത്രണം ആദ്യം മുതൽ അവസാനം വരേക്കും അവളുടെ സ്വഭാവത്തിൻ്റെ ആദർശ നാരിയുടെ രൂപത്തിലല്ല, സ്വഭാവഹീനയായ ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രാരംഭമേ സ്കന്ദഗുപ്ത കെ രൂപ സെ മോഹിത് ഹോക്കർ ഉസെ അപ്നാനെ കെ ലിയെ തടപ്തി. തുടക്കത്തിൽ സ്കന്ദഗുപ്തൻ്റെ ഭംഗിയിൽ ആകൃഷ്ടയായിക്കൊണ്ട് അദ്ദേഹത്തെ നേടുവാൻ ആഗ്രഹിച്ചു. ഫിർ ചക്രബാലിദ് കോപാന ചാത്തി. പിന്നീട് ചക്രബാലിദിനെ നേടിയെടുക്കാൻ ആഗ്രഹിച്ചു. ബട്ടാർക്ക് പദ് ഉസ് പർ മോഹിത് ഹോക്കർ ഉസ്കി പത്നി ബന്തി. ബട്ടാർക്കിൻ്റെ ആ ഉയർന്ന പദവി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി തീരുകയും ചെയ്തു. ബാദ് മേ ആനന്ദ് ദേവി കെ कहने पर പുരഗുപ്ത് കോ അപ്ന പ്രതി മോഹിത് കർണേ കി ചേഷ്ട കർത്തി. പിന്നീട് അതിനുശേഷം അനന്തദേവി പറഞ്ഞതനുസരിച്ച് പുരഗുപ്തിനെ തൻ്റേതാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അന്ത്മേ സ്കന്ദഗുപ്ത് കോ രത്നഗൃഹ ദേനെ കാ വാദാക്കർ ഉസെ അപ്നാന ചാത്തി. അവസാനം സ്കന്ദഗുപ്തിന് തൻ്റെ രത്നഗൃഹം തരാം എന്നുള്ള വാക്കു പറഞ്ഞുകൊണ്ട് നേടിയെടുക്കാൻ ആഗ്രഹിച്ചു. ഉസ്കെ ചൂനെ പർ സ്കന്ദഗുപ്ത് ചില്ലാത്ത ഹെ പിശാജി വിജയ ഹഡ്ജ. അവൾ തൊട്ട സമയത്ത് സ്കന്ദഗുപ്ത് ഇപ്രകാരം നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, പിശാജിയായ വിജയെ എന്നിൽ നിന്നും മാറിപ്പോ എന്ന് നിലവിളിച്ചു. മാലും നഹി മേനെ അജീബ് കൗമാരിത്ത് കാ വ്രത് ലിയാ ഹെ. നിനക്കറിയില്ലേ ഞാൻ ആജീവനാന്തം കൗമാരത്തും കുമാരനായി തന്നെ ജീവിക്കുമെന്ന് വ്രതമെടുത്ത കാര്യം നിനക്ക് അറിയില്ലേ. ठीक इसी समय वहाँ बटार्क पहुँचता. ആ സമയത്ത് ബട്ടാർക്ക് അവിടേക്ക് കടന്നു വരുന്നു. വിജയാക്കോ ചരിത്രഹീൻ കർത്ത. ബട്ടാർക്ക് അവളുടെ ഭർത്താവായ ബട്ടാർക്ക് അവളുടെ സ്വഭാവ ശുദ്ധിയില്ലാത്തവളെന്ന് പറയുന്നു. ഇസ്ലിയെ വ ആത്മഹത്യ കർലേത്തി. അതിൽ അവൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. इस प्रकार कायर संदेह से युक्त नारी, कबड्डी, स्वार्थी और चरित्रहीन नारी के रूप में विजया का चित्रण इस नाटक में हुआ है. ഈ നാടകത്തിലൂടെ വിജയുടെ ചരിത്രചിത്രം ജയശങ്കർ പ്രസാദ് ഇപ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. ഭീരുവായിട്ടുള്ളതും സംശയം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയായും ചതിയുടേതായിട്ടുള്ളതും സ്വാർത്ഥിയായ രൂപത്തിലാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. ഒക്ടോബറിലെ പരീക്ഷയ്ക്ക് ഈ 4 ചരിത്രചിത്രണങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.